ഇന്ന് നമ്മൾ ക്ലാസ് 10th ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എക്സസൈസ് 8.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നു. ട്രയാങ്കിൾ എ ബി സി, റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി, എ ബി is 24, ബി സി 7 cm. ഡിറ്റർമിൻ സൈൻ എ കോസ് എ, സൈൻ സി കോസ് സി. ഓക്കെ, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഫസ്റ്റ് നമ്മൾ സൈനും കോസും എന്താണെന്ന് നോക്കാം, അല്ലേ? ട്രിഗ്നോമെട്രിക് റേഷ്യോസ് എന്താക്കാന്ന് നോക്കാം. സൈൻ ഒരു ആംഗിൾ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ആ തീറ്റ വരുന്ന ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, ആൻഡ് കോസ് എന്ന് പറയുന്നത്, കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം നോക്കാം. നമുക്ക് എന്തുണ്ട്, ഒരു ഫിഗർ വരക്കാം. ട്രയാങ്കിൾ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് റൈറ്റ് ആംഗിൾഡ് അറ്റ് ബി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി ഇത് സി, ഇങ്ങനെ തന്നെ പേര് കൊടുക്കണം. ഇനി എന്ത് തന്നിട്ടുള്ള എ ബി 24 അറിയാം, ബി സി 7 അറിയാം, പക്ഷെ എ സി നമുക്കറിയില്ല. എ സി എങ്ങനെ കണ്ടുപിടിക്കാം? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമുക്ക് പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഇൻ ട്രയാങ്കിൾ എ ബി സി എന്തുണ്ട് നമുക്ക് പറയാം, എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ യൂസിങ് പൈത്തഗോറസ് തിയറം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ ബി സ്ക്വയർ നമുക്കറിയാം 24 സ്ക്വയർ ആണ്, ബി സി 7 സ്ക്വയർ. അപ്പോൾ എ സി സ്ക്വയർ ഇസ് ഈക്വൽ ടു 24 സ്ക്വയർ എത്രയും മൾട്ടിപ്ലൈ ചെയ്താൽ 576 കിട്ടും. 7 സ്ക്വയർ ഇസ് 49. ഇനി രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ എ സി സ്ക്വയർ 625 കിട്ടും. എ സി എത്രയായിരിക്കും? എ സി സ്ക്വയറാണ് 625. അപ്പോൾ എ സി റൂട്ട് ഓഫ് 625. 625 എന്ന് പറയുന്നത് എന്താണ്? 25 ഇൻറ്റു 25 ആണ്. അപ്പോൾ സ്ക്വയർ റൂട്ട് ഓഫ് 625 ഇസ് 25. 25 വരെ നമ്പേഴ്സിൻ്റെ സ്ക്വയർ പഠിച്ചു വെക്കാൻ, എന്നാൽ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തിട്ട് ടൈം കളയണ്ട. അപ്പോൾ നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഈ ഫിഗറിൽ ഹൈപ്പോട്ടന്യൂസും കൂടി കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ആക്ച്വൽ ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? നമുക്കിനി ഫസ്റ്റ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? സൈൻ എയും കോമ കോസ് എ, സൈൻ എ കോമ കോസ് എ ആണ്. അപ്പോൾ സൈൻ എ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുക, കോസ് എ സെപ്പറേറ്റ്ലി കണ്ടുപിടിക്കുക. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ സൈൻ എ എടുക്കുമ്പോൾ എന്താ, എ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഈ ആംഗിളാണ്. ആ ആംഗിളിൻ്റെ എൻ്റെ ഓപ്പോസിറ്റ് ആരാ ഉള്ളതെന്ന് നമ്മൾ നോക്കണ്ടേ. എൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ് ആരാണ്? ബി സി ആണ്. ആൻഡ് ഹൈപ്പോട്ടന്യൂസ് എ സി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്താം. അപ്പോൾ എന്താ കിട്ടുക? ബി സി 7 നമുക്കറിയാം, ഫിഗറിൽ നോക്കിയാൽ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. 25 ഇത്. അപ്പം സൈനെ ആഡായി. ഇനി കോസെ അതുപോലെ പറഞ്ഞാൽ കോസെ എന്താണ്? അഡ്ജസൻറ്റ് സൈഡാണ് എ ബി. എ ബി ബൈ ഹൈപ്പോട്ടന്യൂസ് എ സി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ഫിഗർ നോക്കിയാൽ എ ബി 24 ആണ്, എ സി 25. നേരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെക്കാനേ ഉള്ളൂ. ഓക്കെ, തീർന്നു. ഇനി സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിലേക്ക് വരാം. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യനിൽ സൈൻ സിയും കോസ് സിയും ആണ്. സൈൻ സി ആണ്. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആംഗിൾ സി ആണ്. ആംഗിൾ സീൻ്റെ ഓപ്പോസിറ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് സൈൻ സി കണ്ടുപിടിക്കാം. സൈൻ സീൻ്റെ ഓപ്പോസിറ്റ് ആരാ ഉള്ളത്? സൈൻ സി ഓപ്പോസിറ്റ് സൈഡ് എ ബി. പിന്നെ ഹൈപ്പോട്ടന്യൂസ് അതിൽ മാറ്റമൊന്നുമില്ല, എ സി ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂസ് ഫിഗറിൽ നിന്ന്, ഫിഗറിൽ നോക്കിയാൽ എ ബി എത്രയാണ്? 24 ആൻഡ് എ സി ഈസ് 25 ആയി. ഇനി എന്താ? കോസ് സി. കോസ് സി എന്താണ്? അഡ്ജസൻറ്റ് സൈഡാണ്. ആംഗിൾ സീൻ്റെ അഡ്ജസൻറ്റ് ആയിട്ട് വരുന്ന സൈഡ് ഏതാ നോക്കാത്തത്? ബി സി ആണ്. പിന്നെ ഹൈപ്പോട്ടന്യൂസ് അഗെയിൻ എ സി. അപ്പം എന്ത് കിട്ടി? ബി സി 7/25. അപ്പം ആംഗിളും ആയി. ഓക്കെ,
താങ്ക് യു.